Good morning everyone. അപ്പോൾ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ എക്കണോമിക്സിൻ്റെ ഓവർവ്യൂ നമ്മൾ നോക്കി. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അതായത് എക്കണോമിക്കലി നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ എങ്ങനെ കൈവരിച്ചു, ഇന്ത്യ എങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് ഈ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. അതായത് എക്കണോമിക് പ്ലാനിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് യൂണിറ്റിൽ ഞാൻ പറഞ്ഞു 1947 ശേഷം ഇന്ത്യ ഫ്രീഡം നേടിയതിന് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് അങ്ങേയറ്റം ഒരു ഡിക്ലൈൻഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലായിരുന്നു. അതിനുശേഷം ആ സാമ്പത്തിക വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ടുവരാൻ നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ സൊസൈറ്റി അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക് വ്യവസ്ഥിതിക്ക് പറ്റണം എന്നുള്ളതിൽ നമ്മൾ കുറേയേറെ ഇത് വെച്ച് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് നമ്മുടെ സാമ്പത്തികമായിട്ട് എക്കണോമിക്കലി ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിന് സാധിച്ചുള്ള മെയിൻ ഒരു കാരണമാണ് എന്തെന്ന് പറയുന്നത് പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് എന്ത് ചെയ്യണം, പ്ലാനിങ് വേണം. അതേസമയം ഈ എക്കണോമിക്കലി ഡിക്ലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ ബ്രിട്ടീഷ് റൂളിന് ശേഷം ഇന്ത്യൻ എക്കണോമിയിൽ കൂടുതലും എന്തുണ്ടായിരുന്നു, ദാരിദ്ര്യം, പിന്നെ അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലംസ്, ഫുഡ് സ്റ്റോറേജ്, ഇല്ലിറ്ററസി, പിന്നെ അങ്ങനെയുള്ള ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതിൻ്റെയൊക്കെ ഒരു ലാക്കും എന്തിനുണ്ടായിരുന്നു, ആ എക്കണോമിക് വ്യവസ്ഥിതിയെ ബാധിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു ഫസ്റ്റ് എന്ത് ചെയ്തത്, 1947 ശേഷം ഇന്ത്യൻ എക്കണോമിയെ ആ തകർച്ചയിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് പുതിയ മാനദണ്ഡങ്ങൾ കൊടുക്കുക, ഉന്നമനത്തിലേക്ക് നയിക്കുക എന്നുള്ളതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് 1950s 50 ആ ഇയറിൽ നമ്മൾ എന്ത് ചെയ്തത് പ്ലാനിങ് കമ്മീഷൻ നിലവിൽ വരുന്നത്. അപ്പോൾ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പ്ലാനിങ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കണം എന്ന് വിചാരിക്കുക, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ പ്ലാൻ ചെയ്യണം വേണ്ടേ. ഇന്നലെ ടൈം പീരീഡ് ഇന്ന കാര്യം ഇന്ന പോലെ നടക്കണം, ഇത്ര ടൈം പീരീഡിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഹൈ റേഞ്ചിൽ എത്തണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പ്ലാൻ ചെയ്യും. അങ്ങനെയുള്ള പ്ലാനിങ്ങുകളാണ് എന്തിലുള്ളത്, ഈ എക്കണോമിക്കലി നമ്മൾ ബേസ് ചെയ്തിട്ടുള്ള പ്ലാനിങ് എന്നുള്ള ഈ ഇതിൽ നമ്മൾ നോക്കുന്നത്. ഈ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് എന്തിനാണ്, ഈ സാമ്പത്തിക വ്യവസ്ഥിതിയെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. ഇതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തായിരിക്കണം, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പ്ലാൻ ചെയ്യുമ്പോഴേ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നം എന്താണെന്ന് നമ്മൾ അറിയണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ എ ലിസ്റ്റ് ഓഫ് പ്രോബ്ലം ഫേസ്, എന്താണ് നമ്മൾ പ്രോബ്ലം എന്നുള്ളത് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റിലി നമ്മൾ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയുടെ മെയിൻ പ്രശ്നം എന്താണ്, ഇല്ലറ്ററസി ആണോ, പോവേർട്ടി ആണോ, പോപ്പുലേഷൻ ആണോ, ലോ പെർ ക്യാപിറ്റ ഇൻകം ആണോ, അങ്ങനെ എന്താണോ നമ്മുടെ എക്കണോമിക് വ്യവസ്ഥയുടെ മെയിൻ ഇതെന്തെന്ന് പറയുന്നത് അത് നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റീഅറേഞ്ച് ദ ലിസ്റ്റ് ഓഫ് ബേസിസ് ഓഫ് പ്രയോറിറ്റി. നമ്മൾ ഈ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി, പോവർട്ടിക്കാണോ, അത് ഉന്മൂലനം ചെയ്യാനാണോ, അല്ല അഗ്രികൾച്ചറിനാണോ, അങ്ങനെയുള്ള ആ ഒരു ലിസ്റ്റ് ഔട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡായിട്ട് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ പ്ലാനിങ്ങിന് എന്ത് ചെയ്യും, കൂടുതൽ ബലവത്താക്കും. അതിന് നമ്മൾ ഏതിനാണോ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് എന്ത് ചെയ്യും, അത് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും വേഗത്തിൽ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ അത് ചെയ്യുകയും അതിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും ചെയ്യണം. തേർഡ് വൺ എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലംസ്. എന്താണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്താണ് എക്കണോമിക് പറ്റിയിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. പിന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് നമ്മൾ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ലിസ്റ്റ് ഔട്ട് തയ്യാറാക്കുക. പിന്നെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിൻ്റെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ പ്ലാൻ ചെയ്തതിന് ഒരു ടാർഗറ്റ് വെക്കുക. ആ പ്ലാൻ ചെയ്തത് എക്കണോമിക്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അഗ്രികൾച്ചറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ നമുക്ക് അതിന് ഗോൾ, അങ്ങനെ നമ്മളെ ഗോളിനെ കുറിച്ച് നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക,
അത് കംപ്ലീറ്റ് ചെയ്യണം. ആ ഗോൾ നമ്മൾ എക്കണോമിക്സിൽ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത് അത് ഇന്ന് നേടിയെടുക്കണം എന്ന് നമ്മൾ വിചാരിക്കും അല്ലേ. അതുപോലെ ഒരു ഗോൾ മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യാം, സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു പീരീഡ് നമ്മൾ അതിന് കൊടുക്കുക. ഇത്ര ഒരു 6 മാസമാണ്, 6 മാസം കൊണ്ട് ഇന്ന പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യും. ആ സോൾവ് ചെയ്ത പ്രോബ്ലത്തിന് നമ്മൾ എന്ത് ചെയ്യുക, ടോപ്പ് മുകളിലെത്തും. ഓവർ ലോങ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെന്താണ് അതിൻ്റെ പ്രോബ്ലംസ് നമ്മൾ അഡ്രസ്സ് ചെയ്യും. പിന്നെ നമ്മൾ അതിൻ്റെ ഇത്ര പീരീഡ്, ആ ഒരു പീരീഡിൽ നമ്മളതിനെ കാൽക്കുലേറ്റ് ചെയ്ത് ആ പീരീഡിനുള്ളിൽ ആ ബെനിഫിറ്റ് ആ എക്കണോമിക് സ്ഥിതി മാറ്റണം. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി ചെയ്യണം, അതിനെ അച്ചീവ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പ്ലാനിങ്ങിൽ ചെയ്യണം. പിന്നെ എന്ന് പറയുന്നത് അതിൻ്റെ പ്രൊഡക്ഷനാണ്. പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അതൊരു ടാർഗറ്റ് വെക്കുക, ഇന്ന് അതിൽ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ഇത് ചെയ്യണം എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എസ്റ്റിമേറ്റ് എമൗണ്ട് ദ റിസോഴ്സസ് ഓഫ് അച്ചീവിങ് ദ ടാർഗറ്റ്. നമ്മൾ ചെയ്യുന്നതിനുള്ള ആ റിസോഴ്സിന് ഒരു ടാർഗറ്റ് കൊടുക്കുക. അത് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആവുക, ഹ്യൂമൻ റിസോഴ്സസ് ആവുക, അങ്ങനെയുള്ള റിസോഴ്സസ് ആവുക. പിന്നെ മൊബിലൈസിങ് ദ അനദർ ഇമ്പോർട്ടൻറ്റ് മൊബിലൈസിങ് ആണ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്. ഇത് മൊബിലൈസേഴ്സ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് അറേഞ്ച് റിസോഴ്സ്, അത് സോഴ്സസുകളാണ്. എന്തൊക്കെ റിസോഴ്സസുകൾ നമ്മളതിന് കൂടുതൽ റിക്വയർഡ് ചെയ്യുന്നത് റിസോഴ്സസുകളെയാണ്. അതായത് ഫിനാൻസിങ് ആയിട്ടുള്ള പ്ലാനുകൾ, പ്ലാനേഴ്സ് മേക്ക് ബഡ്ജറ്റുകൾ, പിന്നെ സ്പെൽ ഔട്ട് ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് ഫൈൻഡിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം ആ പ്ലാനിങ്ങിൽ നടക്കേണ്ടത്. അത് ഗവൺമെൻറ്റിൻ്റെ സഹായമാണ് ആ പ്ലാനിന് വേണ്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആ മേജർ സോഴ്സ് ഗവൺമെൻറ്റാണ് നൽകേണ്ടതെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട് വാങ്ങിക്കുക. ഗവൺമെൻറ് എങ്ങനെ വാങ്ങിക്കും, ടാക്സ് റവന്യൂവിൽ നിന്ന് കിട്ടും. പിന്നെ അങ്ങനെയുള്ള ബിസിനസ് പേഴ്സൺസുമാരിൽ നിന്ന്, അങ്ങനെയുള്ളവരിൽ നിന്ന് കിട്ടും. വൺ ഓഫ് ദ എന്താണ് ആ ഫിനാൻഷ്യലായിട്ടുള്ള ഗവൺമെൻറ് നൽകണമെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെ വേരിയസ് ഫിനാൻസ് അതിൻ്റെ ഗവൺമെൻറ്റിന് അവൈലബിൾ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, പ്ലാനിൽ മസ്റ്റ് ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് എങ്ങനെ നമ്മളത് ഫണ്ട് കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്ത ഫണ്ട് എങ്ങനെ റിസോഴ്സിനെ എക്കണോമിക് റിസോഴ്സസിന് ഉപയോഗിക്കാം എന്നുള്ളതിൻ്റെ പ്ലാൻ നിരക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂസ് ഓഫ് ദ ഹ്യൂമൻ റിസോഴ്സസ് ആണ്. അതർ ഇമ്പോർട്ടൻറ്റ് ടാസ്ക് ടു എക്സിക്യൂട്ട് ദ പ്ലാൻ. ആ പ്ലാനിൽ നടക്കുന്നതിന് വേണ്ടുന്ന മെയിൻ ആയിട്ടുള്ള നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നതാണ് എക്സിക്യൂട്ടഡ് ദ ഹ്യൂമൻ റിസോഴ്സസ്. അതൊരു ഇമ്പോർട്ടൻ്റ് പ്ലാൻ ആയിട്ടാണ് കാണുന്നത്. പ്ലാൻ എസ്റ്റിമേറ്റ് ഇൻ ദ പവർ, അതായത് മാൻ പവറിനാണ് ഏതെന്ന് പറയുന്നത് ഈ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അതിന് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പർ എസ്റ്റിമേറ്റ് റിക്വയർമെൻറ്റ് ഷുഡ് ബി സിമിലർ ഫിസിക്കൽ, അതായത് ഹ്യൂമൻ പവർ എന്ന് പറയുന്നത് മാൻ പവറിന് അത് ഫിസിക്കലി ആവാം, അത് ഫിസിക്കലി ഷുഡ് പ്രൊവൈഡഡ് ചെയ്യാൻ പറ്റുക. പിന്നെ പിന്നെ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നൽകുക, അത് മാൻ പവർ കൂടാതെ ഓഫീസ് ബിൽഡിങ്ങുകൾ, വെഹിക്കിൾസ്, ഫർണിച്ചേഴ്സ്, അങ്ങനെയുള്ളത് കൂടി നമ്മൾ എന്തിൽ പെടുത്തുന്നുണ്ട്, ഇമ്പോർട്ടൻ്റ് ഇതിൽ പ്രപ്പോസൽ ഹ്യൂമൻ പവറിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഈ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തതിന് ശേഷം പ്രോസസ്സ് ഓർഗനൈസ് ചെയ്യുക, അത് മാനിപ്പുലേറ്റ് ചെയ്യുക, അതിനുശേഷം എന്ത് ചെയ്യുക, അത് ഡിസൈഡ് ഒരു ഗോളായിട്ട് നമുക്ക് കൊടുത്തരും. അങ്ങനെയുള്ള ആ ഒരു എക്കണോമിക് പ്ലാനിങ് ആയിരിക്കണം ഏതെന്ന് പറയുന്നത് ഈ പ്ലാനിങ്ങിൽ കൊണ്ടുവരേണ്ടത്. അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കണം എക്കണോമിക് അല്ലെങ്കിൽ പ്ലാനിൻ്റെ സ്ട്രെസ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് അതിൻ്റെ എക്കണോമിക് ഓഫ് പ്ലാനിങ് ആണ്. എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത് നിരവധി സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ് നമ്മുടെ സൊസൈറ്റിയിലുണ്ട് അല്ലേ. ആ ഒരു കണ്ടൻറ് ഇയറിൽ നിരവധി സോഷ്യൽ എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്. എക്കണോമിക് ടൈം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരുന്നെങ്കിലും ഇന്ത്യൻ എക്കണോമി ഇൻഡിപെൻഡൻ്റ് ആവുന്നത് തന്നെ ഏതിന് ശേഷമാണ്, നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. അതുവരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്ത് നമ്മുടെ എങ്ങനെയൊക്കെ അത് എങ്ങേയറ്റത്തിലുള്ള ഒരു ഇതായിരുന്നു അതിനുണ്ടായിരുന്നത്, ഈ എക്കണോമിക്കിന് ഉണ്ടായിരുന്നത്. ടു റിമൈൻഡ് ദ പ്രോബ്ലം ഇൻഡൽസ് മാസ് പോവർട്ടി. അതുകൊണ്ട് തന്നെ അതാണ് ഏതിലേക്ക് കൊണ്ടുവന്നത്, മാസ് ഈക്വാലിറ്റിയിലേക്കും ഇൻഈക്വാലിറ്റിയിലേക്കും പോവർട്ടിയിലേക്കും ലോ ഓഫ് പ്രൊഡക്റ്റീവ് ഇൻ അഗ്രികൾച്ചറിലേക്കും അങ്ങനെയുള്ള സ്റ്റോറേജുകളിൽ കുറവ്, ലാക്ക് ഓഫ് സ്റ്റോറേജ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റുകൾ, അങ്ങനെയുള്ളതിൻ്റെ ഒരു ലാക്ക്നെസ് തന്നെ കണ്ടത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷമാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഒരു 5 year പ്ലാൻ സ്റ്റാർട്ട് ചെയ്തു. ഇതിലായിരുന്നു 1951 ഡെവലപ്പ് ചെയ്തു. ഓക്കെ, 1951 ഡെവലപ്പ് ചെയ്തത്. ഇത് ഞാൻ ഫസ്റ്റ് യൂണിറ്റിലും ഇത് നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇതിന് 1951 നമ്മൾ എന്ത് ചെയ്തു, പ്ലാനിങ് കമ്മീഷൻ അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ്
പ്ലാൻ ചെയ്തു. ഇതിലെന്ന് വെച്ചാൽ ഇതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അതൊരു 5 ഇയർ പ്ലാൻ ആയിരുന്നു. എത്രയായിരുന്നു പ്ലാനിങ് എന്ന് പറയുന്നത്? ഒരു ടെന്യൂർ കൊടുക്കണം എന്ന് പറയുന്നത്. ഇത്ര ഒരു കാലഘട്ടത്തിനിടയിൽ ഇന്ന് സാമ്പത്തിക സ്ഥിതി മുന്നോട്ട് കൂടും. അപ്പോൾ നമ്മൾ എത്ര വർഷമായിരുന്നു കൊടുത്തത്? ഒരു 5 ഇയർ പ്ലാനിങ് കൊടുത്തു. അതിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് എപ്പോഴായിരിക്കും? ആഫ്റ്റർ 5 ഇയറിന് ശേഷമായിരിക്കും. അത് റെക്ടിഫൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് 5 ഇയർ പീരിയഡ് ആൻഡ് സോ ഓൺ വരെ നമ്മൾ അത് ഇത് ചെയ്യും. അപ്പം നമ്മൾ